എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ 2 ദിവസമായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വന്നിരുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് നിങ്ങളുടെ അങ്ങോട്ട് പറയാനായിട്ട് ഒരേ ഒരു വിഷയമേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ടെങ്കിലും എൻ്റെ മൈൻഡിൽ എപ്പോഴും നിൽക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അറിയാം എന്താണെന്നുള്ളത്, നിങ്ങൾക്ക് അറിയാമല്ലേ. അപ്പോൾ അതിനെപ്പറ്റി അധികം സംസാരിക്കേണ്ടെന്ന് എനിക്ക് 2 ദിവസം തോന്നിയിരുന്നു. അപ്പോഴും നമ്മളുടെ കമൻസിൽ ഇപ്പം നമ്മളൊരു നോർമൽ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അന്നത്തെ കണ്ണനോടെ കിടക്കുന്നുണ്ട് കേട്ടോ. അവനെ അങ്ങോട്ട് നീക്കിയിരുത്തുമ്പോൾ ആൾക്ക് ഇഷ്ടമല്ലേ, പക്ഷെ ആൾക്ക് വീഡിയോയിൽ വന്നിരിക്കണം എന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നി ഇത്തരം വീഡിയോസിൽ അവനെ ഉൾപ്പെടുത്തണ്ട എന്ന് വിചാരിച്ച് മാത്രമാണ് കേട്ടോ ഞാൻ തന്നെ ഇരുന്ന് സംസാരിക്കുന്നത്. മറ്റുള്ള വീഡിയോസുകൾ ഇപ്പോൾ റീൽസൊക്കെ ഇടുമ്പോഴാണെങ്കിലും അതിൻ്റെ ഇടയിലും ആളുകൾ വന്ന് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ് മാല കിട്ടിയില്ലേ എന്നുള്ളത്. എന്നെക്കാളും ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും മാല കിട്ടി എന്നുള്ള സന്തോഷ വാർത്ത കേൾക്കാനാണ് ഞങ്ങൾ വീഡിയോ ഓപ്പൺ ആക്കി തന്നെ നോക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കുറേ പേര് വന്നിട്ട്. അപ്പോൾ നമ്മളും അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞാൻ എപ്പോഴും ഫോൺ സൈലൻറ്റിലിടുന്ന ഒരാളാണ്. കാരണം എനിക്ക് ഒരുപാട് കോളുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ മെസ്സഞ്ചറിലും ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ റിങ് ചെയ്തും കൊണ്ടിരിക്കും. അതൊക്കെ നമുക്ക് അങ്ങനെ ചിലപ്പോൾ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. വാട്സപ്പിൽ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതിലും ചിലപ്പോൾ അങ്ങനെ പറ്റാറില്ല. അപ്പോൾ ഇങ്ങനെ റിങ് ചെയ്തും കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് എപ്പോഴും ബെല്ലടിക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഫോൺ എപ്പോഴും സൈലൻറ്റിലിടുന്ന ആൾ. ഞാൻ എപ്പോഴും ഫോൺ ഇപ്പോൾ ഫുൾ വോളിയത്തിലാണ് റിങ് ടോൺ ഇട്ട് വെച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ വിളി വരും ആളെ കിട്ടി എന്നൊക്കെയുള്ള അതാണ് ഓരോ നിമിഷവും പ്രതീക്ഷിച്ചും കൊണ്ടിരിക്കുന്നത്. നൈറ്റിലൊക്കെ ആണെങ്കിൽ പോലും ഈ മാല ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് സ്വപ്നങ്ങളിൽ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ്. ഇപ്പോൾ കല്യാണി കുട്ടിയും കൂടെ ഇവിടെ ഇല്ലാത്തത് കാരണം ഭയങ്കരമായിട്ടേ ഒരു സുഖമില്ലാത്തൊരു അന്തരീക്ഷമാണ്. ഇതിപ്പോൾ 1:30 ഇപ്പോഴൊക്കെയാണ് എൻ്റെ പണികളൊക്കെ കഴിയുന്നത്. ഒക്കെ ഇങ്ങനെ പതുക്കെയൊക്കെയാണ് ചെയ്യുന്നത്. കണ്ണൻകുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നു. അവനാണെങ്കിലും ഭയങ്കര ഒരു മൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് പറയായിരുന്നു, പറ്റണില്ല ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട്, ആകെ ഒരു ഏകാന്തത, ഒരു സുഖമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇന്നലെ ഒന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരും. നമ്മൾ ആലോചിച്ചിട്ട് എത്തുമ്പോഴത്തേക്കും കിട്ടുന്നില്ല. നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല, നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് പരിധിയുണ്ട്. എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് നിങ്ങളുടെ അടുത്ത് പറയാം, പ്രതികരിക്കാം, അതെൻ്റെ വികാരങ്ങളാണ്. ഓക്കെ, അതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു മാനസിക ബുദ്ധിമുട്ടെന്ന് പറയുന്നതേ, നമ്മൾക്ക് ഇവരെ കണ്ടുപിടിക്കണം എന്നുണ്ട്, ഇവർക്ക് നല്ലൊരു ശിക്ഷ വാങ്ങി കൊടുക്കണം എന്നുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല, നമുക്കൊന്നും അറിയാനും പറ്റുന്നില്ല. ഇപ്പോൾ ചിലരൊക്കെ വന്ന് പറയുന്നുണ്ട് കമൻസിലൊക്കെ, ഹോസ്പിറ്റലുകാരുടെ അനാസ്ഥേനെ പറ്റിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഏകദേശം നിങ്ങൾക്കും ധാരണയുണ്ട്. ഇപ്പം എനിക്ക് ഏകദേശം ധാരണയുണ്ട് ആരാണ് എന്താണെന്നൊക്കെയുള്ള ഒരു സംശയം എന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഉറപ്പില്ലാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നല്ലൊരു സംശയമുണ്ട്, ഇന്ന ആൾക്കാരാണെന്നുള്ളത് നമുക്ക് നല്ല സംശയമുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് പ്രതിയെ കണ്ടുപിടിച്ചാൽ മാത്രമാണ് ഇന്ന ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്കല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ 2 ദിവസം ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുകയാണ് ഞാൻ സംസാരിച്ചും കൊണ്ടേ ഇരിക്കണം. ഞാനതിനെപ്പറ്റി സംസാരിച്ചും കൊണ്ടിരുന്നാൽ മാത്രമേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എല്ലാ സംഭവങ്ങളുടെയും പോലെ നാളെ ഒരു ദിവസം, അത് ഇത്ര നാൾ മുതൽ നടന്നൊരു കാര്യം എന്നുള്ളതിൽ മാഞ്ഞു പോവും. അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിൽ നിന്ന് അത് തണുത്ത് പോവണ്ട. ഞങ്ങൾക്കിത് ചൂടുള്ളൊരു വിഷയം തന്നെ. ഇത് ചൂടോടുകൂടെ തന്നെ നിൽക്കണം. എന്നും നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെ ഇത് ചൂടോടുകൂടെ തന്നെ നിൽക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഭയം തോന്നുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ കൂടെ ആളുകൾ കടന്നു പോകും, അങ്ങനെയൊക്കെയുള്ളൊരു ഭയമാണ്. അല്ലാതെ വേറെ ഒന്നിനെ പറ്റി എനിക്ക് ഭയം തോന്നില്ല. കാരണം നമ്മളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പോലും കീ ചോദിച്ചു, എല്ലാ കാര്യങ്ങളും നമ്മളൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അത്രയും മാനസികമായിട്ട് വിഷമത്തിലിരിക്കുമ്പോൾ പോലും നമ്മളുടെ ഭാഗത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൽ നമ്മളുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയാനില്ല. പിന്നെ ആളുകൾ കമൻസിലൊക്കെ പറഞ്ഞ പോലെ എന്തിനാണ് ഉണ്ണിക്ക് ഗോൾഡൊക്കെ ഇട്ട് കൊടുത്തത്, അതിനുള്ള മറുപടി എനിക്ക് അങ്ങനെ അറിയാത്തവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മനസ്സിലാക്കാൻ പറ്റാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ ഞാൻ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, 26 വയസ്സോ അങ്ങനെ എന്തുള്ള ഒരു കുട്ടി ഓട്ടിസമാണ്, പക്ഷെ അവന് ഗോൾഡ് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ വീട്ടുകാർ അത് ഇട്ട് കൊടുക്കും, നിറയെ ആഭരണങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെയുള്ള കുഞ്ഞു സന്തോഷങ്ങളല്ലേ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് കാരണം ഇനിയും പറഞ്ഞും കൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് നമ്മളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല എന്നുള്ളത്. നമ്മൾ ആവശ്യമില്ലാത്തൊരു കാര്യങ്ങളിൽ പറയുന്നത്, നമുക്ക് സംശയങ്ങളുണ്ടെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അത് ഇന്ന ആളായിരിക്കാം എന്നുള്ള നമ്മളെ സംശയം മാത്രമാണ്. തെളിയിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് അത് ഇന്ന ആളാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആര് തന്നെയാണെങ്കിലും ഇതിപ്പോൾ എനിക്ക് സപ്പോർട്ടായിട്ട് അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. എന്തിനും കൂടെ നിൽക്കാം എന്ന് പറയുന്ന കുറച്ച് ആളുകൾ എൻ്റെ കൂടെ ഉണ്ട്. ആ ഒരു ധൈര്യം എനിക്കുണ്ട്.
അപ്പോൾ ഏതൊക്കെ ലെവൽ വരെ പോയിട്ടാണെങ്കിലും ഞാനിതിൻ്റെ പുറകിലുണ്ടാവും. എനിക്ക് ഈ സംഭവം കണ്ടുപിടിച്ചേ മതിയാവൂ. കാരണം നമ്മളിതൊരു പൂരപ്പറമ്പിൽ വെച്ചിട്ട് നമ്മളുടെ നിന്ന് കളവ് ഇങ്ങനെ പോയിട്ടുള്ള സാധനമല്ല, കളവ് പോയിട്ടുള്ള ഒരു സാധനമൊന്നുമല്ല. അറിയാതെ അഴിഞ്ഞു പോയതോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇപ്പോൾ ആരെങ്കിലും പൊട്ടിച്ചുകൊണ്ട് പോയതൊക്കെയാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ വിരലിൽ എണ്ണാവുന്ന ആളുകളെ മാത്രമേ നമുക്ക് സംശയിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതിൽ കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്, തെളിവുകൾ കിട്ടാന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. എവിടെ പോവാനും എന്ത് ചെയ്യാനും ഞാൻ റെഡിയാണ്. കാരണം എനിക്ക് എൻ്റെ മോൻ്റെ സന്തോഷമാണ് ഏറ്റവും വലുത്. ഇന്ന് തന്നെ ഞാൻ അവൻ്റെ കയ്യിലെ വളയിട്ട് കൊടുത്തു. വളയാൻ പാട് കിടന്നോളൂല്ലോ, ബ്രേസ്ലെറ്റൊക്കെ ആകുമ്പോൾ പിന്നെയും ഇത്തിരി പ്രശ്നമല്ലേ, ഉരിയങ്ങാൻ പോയാലോ. സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാണ്. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ പോലും നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ പേടിയാവുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ഇത്, നമുക്ക് എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് അവൻ്റെ സന്തോഷങ്ങൾക്ക് ഞാൻ അത്രയും ഒരു വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. ആ ഒരു സന്തോഷം പോലും നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. പുറമെയുള്ള ഇത്തരം മോഷ്ടാക്കളെ അല്ലെങ്കിൽ കള്ളന്മാരെയൊക്കെ പേടിച്ചിട്ട് നമ്മൾക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴത്തെ നമ്മളുടെ മനസ്സിൻ്റെ ഒരു വിഷമം ഒന്ന് ആലോചിക്കുക. പിന്നെ ഒന്ന് വളയിട്ട് കൊടുത്തപ്പോൾ ആൾക്ക് ഹാപ്പി. അപ്പോൾ ആൾ നോക്കുക, അപ്പുറത്തെ കൈമിക്ക് നോക്കുക, അപ്പുറത്തെ കൈമത്തെ ബ്രേസ്ലെറ്റ് എന്താ ഇട്ട് തരാത്തെന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു. ഞാനപ്പോൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര കരച്ചിലായിരുന്നു ആ സമയത്തായിട്ട്. ഞാൻ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ കരച്ചിൽ മാറും. എന്ന് വെച്ചാൽ ആൾക്കൊരു നാണക്കേട, ഞാൻ കരയുന്ന ആളുകൾ കാണുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നാണക്കേട. അപ്പോൾ അത് കാരണം ആൾ ചിലപ്പോൾ കരച്ചിൽ ഇങ്ങനെ മാറിപ്പോവാറുണ്ട്. പക്ഷെ കുറേ നേരത്തേക്ക് ആ ബ്രേസ്ലെറ്റ് വേണം എന്നുള്ളൊരു വാശിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കണ്ണാ, അത് ഇടണ്ട. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു പറയുന്നത് പോലെ എനിക്കിപ്പോൾ എടുത്തുകൂടെ ഒരാൾ പോകുമ്പോൾ പോലും എനിക്ക് സംശയത്തിൻ്റെ ഇതിലാണ് ഞാൻ അവരെ നോക്കുന്നത്. പിന്നെ ആൾ ശരിയല്ല, അങ്ങനത്തെ ഇതിലാണ് നമ്മൾ നോക്കുന്നത്. കാരണം നമ്മൾ അത്രയും വിശ്വസിച്ച് നിന്ന ആളുകളൊക്കെയാണ് നമ്മളെ ചതിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സംശയം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പേടി കടന്നൊരവസ്ഥയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഒന്നും ചെയ്യാനും പറ്റുന്നില്ലല്ലോ, പ്രതികരിക്കുന്നതിന് നമുക്ക് ഒരു പരിധിയുണ്ട് അല്ലേ. അപ്പോൾ ആ പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വരുമ്പോൾ വരുന്ന ഒരു മാനസിക വിഷമം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് എൻ്റെ മൂഡൊക്കെ ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. വിഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ദേഷ്യവും ഒക്കെ ഒരേ ലെവലിൽ ഭയങ്കര ഹൈ ആയിട്ടാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് എന്തെങ്കിലും ഒക്കെ രീതിയിൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇനി നമ്മൾ ഈ ഇലക്ഷനൊക്കെ ഒന്ന് കഴിയട്ടെ, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യണം തന്നെ ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്, ഇപ്പോഴും എനിക്കറിയില്ല എന്താണ് എനിക്ക് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്തൊക്കെ ചെയ്യാൻ പറ്റണോ അതൊക്കെ ചെയ്യണം തന്നെ ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ആ സാധനം തിരിച്ച് കിട്ടണം. ആശയമൊന്നുമല്ല, അത് നമ്മുടെ ആവശ്യമാണ്. കാരണം അവൻ്റെ കുഞ്ഞു സന്തോഷങ്ങൾ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അത് അവന് തന്നെ തിരിച്ച് കൊടുത്തേ പറ്റുള്ളൂ. അത് ഒരമ്മ എന്ന നിലയ്ക്ക് എനിക്ക് അവൻ്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ സന്തോഷങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി കൊണ്ടുപോയ ആളെ അങ്ങനെ വെറുതെ വിടാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, പണ്ട് മുതലൊക്കെ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ അയൽവക്കത്ത് ഒരു സ്ത്രീ ഇതുപോലെ കണന മോശമായുള്ള വാക്കുകൾ വിളിച്ചു. എന്താണ് അവർക്ക് നമ്മളോട് ദേഷ്യം എന്ന് പോലും എനിക്കറിയില്ല. അവർ കുറച്ച് ദിവസം നമ്മളെടുത്ത് മിണ്ടാതെ നടന്നു. എന്ത് ചേച്ചി മിണ്ടാത്തേന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു. അപ്പോഴും ആൾക്ക് എന്തോ ദേഷ്യം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ആള് അതിൽ പ്രതികരിച്ച് ഞാൻ പറമ്പിൽ നട്ടിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ പറിച്ച് കളയൊക്കെ ചെയ്തു. അപ്പം ഞാൻ അത് എന്ത് പണി ചേച്ചി ചെയ്യണേന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ചേച്ചി വന്ന് വെറുതെ വെയിലിടെ അവിടെ വന്ന് നിന്നിട്ട് ഈ കച്ചറ സ്ത്രീകളൊക്കെ സംസാരിക്കുന്നത് പോലെ ഭയങ്കരമായിട്ട് തെറിയും അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളൊക്കെ. എനിക്കതൊന്നും വിഷയമില്ല. കാരണം അവർക്ക് സമാധാനം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ. അവരങ്ങനെ മോശം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോനെയും പറഞ്ഞു, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് വിഷയമില്ല. എൻ്റെ അച്ഛനും അമ്മേനെയും ഹസ്ബൻഡിനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, വിഷയമില്ല എന്നല്ല, എനിക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് കൊള്ളില്ല. പക്ഷെ എനിക്കത് കൊള്ളാൻ വേണ്ടിയിട്ട് തന്നെയാണ് കണ്ണനെ അവർ പറഞ്ഞത്. പറയാൻ പാടില്ലാത്തൊരു വാക്ക് വിളിച്ചു. എനിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. കാരണം ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് വിഷയമില്ല എന്നല്ല, പക്ഷെ സഹിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷെ കണ്ണനെ പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാനത് ഭയങ്കരമായിട്ട് പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളൊക്കെ അറിയിച്ച് ആ സ്ത്രീയെ കൊണ്ട് എൻ്റെ കണ്ണൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞു. എന്നോട് മാപ്പ് പറയണ്ട. കാരണം അവർക്കൊരു കുഞ്ഞില്ല, അവർക്ക് ഒരു കുഞ്ഞും ഇല്ലാത്തൊരു സ്ത്രീയാണ്, ഇത്രയും വർഷങ്ങളായിട്ട് കുഞ്ഞില്ലാത്തൊരു സ്ത്രീയാണ്. അങ്ങനെ ഒരു സ്ത്രീ നമ്മുടെ ഇതുപോലെയുള്ള ഒരു കുഞ്ഞിനെയൊന്നും അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല. അത് തെറ്റാണ്, അത്രയും വലിയ തെറ്റാണ്. അത് തെറ്റാണെന്ന് അവർ തിരിച്ചറിയണം. അതിന് ഈ കുഞ്ഞു മോൻ്റെ അടുത്ത് അവർ മാപ്പ് പറയണം. ഇത്രയും വയസ്സുള്ള എൻ്റെ അമ്മയുടെയൊക്കെ ഏജുള്ളൊരു സ്ത്രീയാണ് കേട്ടോ. ഇത്രയും വയസ്സുള്ളൊരു സ്ത്രീ ഇത്രയും പോകുന്നൊരു കുഞ്ഞു ആവേനെ, അത് കാരണം കുഞ്ഞിതാണ്. ഇപ്പോഴും നമുക്ക് കുഞ്ഞാവാം. അവനിപ്പോൾ ഒരു 10-30 വയസ്സത്തിൽ എനിക്കവൻ കുഞ്ഞാവേണ് അല്ലേ. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. ഞങ്ങളെടുത്ത് വന്നിട്ട് കണമോനെ പറഞ്ഞതിന് മാപ്പ് കിട്ടാന്ന് പറഞ്ഞ് ആ കണ്ണൊന്ന് നിറഞ്ഞു. അതിന് എനിക്ക് എൻ്റെ വാശിയല്ല അവിടെ ജയിച്ചത്,
അവർ മനസ്സിലാക്കണം. അവരങ്ങനെ പറയാൻ പാടില്ല എന്നവർ മനസ്സിലാക്കണം. അത് നമ്മൾ മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കണം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര നിസ്സഹായ അവസ്ഥയാണ്. അതെനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. എനിക്കത് പറഞ്ഞേ തീരുമല്ലോ, ഞാൻ കേസായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു തന്നെ പറഞ്ഞു. പക്ഷെ ഇതിലെനിക്ക് ആരും എന്തെന്ന് എനിക്ക് അറിയണില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. നമുക്ക് അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷ. എന്തൊരു കാര്യം വന്നാലും നിങ്ങൾ എനിക്കറിയാം, കമൻസിലൂടെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അത് ഇനിയും തുടർന്ന് നമ്മുടെ കണ്ണൻ്റെ മാല നമുക്ക് സ്വന്തമാക്കി കൊടുക്കുന്നത് വരെ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഇത്തിരി ഇമോഷണലായി പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് വിഷമമൊന്നുമല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിനി എന്താ ചെയ്യണ്ടേന്ന് അറിയണില്ല. ഇത്രയും ദിവസമായി, 15 ദിവസമായി, ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് അറിയണില്ല. നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ വരുമ്പോഴുള്ള നമ്മുടെ ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടല്ലോ, ആ ഒരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയും ഞാൻ എന്താ ചെയ്യണ്ടേ?